കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിലുള്ള മുളക് ബജി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ? തയ്യാറാക്കാൻ നമുക്ക് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടലമാവിൻ്റെ അളവെന്ന് പറയുന്നത് 1.5 കപ്പാണ് കടലമാവ് ചേർത്ത് കൊടുക്കേണ്ടത്. കടലമാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിൽ ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ അതിനുശേഷം ഇതിലേക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഉപ്പും നമ്മുടെ കായപ്പൊടിയും സോഡാപ്പൊടിയും ഒക്കെ ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തത് ചേർക്കുന്നത് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ ആണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കേണ്ടത്. ഇനി പൊടികളൊക്കെ ഒന്ന് ഇളക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ വെള്ളം എടുക്കുന്നതുണ്ടല്ലോ മിക്സ് ആക്കുന്നത്, അതിനകത്ത് 2 വെളുത്തുള്ളി കഷ്ണവും അതിലേക്ക് പിന്നെ ഇഞ്ചിയും കൂടി ചേർത്ത് നല്ലപോലെ അരച്ച വെള്ളമാണ് വേണ്ടത്. ആ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഇത് മിക്സ് ആക്കുന്നത്. മിക്സ് ആക്കിയതിന് ശേഷം ഒരു 3 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ടതാണ്. പിന്നെ നമുക്ക് മുളക് 2ആയി കീറി എടുക്കേണ്ടതാണ്. അങ്ങനെ മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് 2ആയി കീറിയതിന് ശേഷം മുക്കി നമ്മൾ പൊരിച്ച് എടുക്കേണ്ടതാണ്. മുക്കി ഓരോന്നോരോന്നായിട്ട് പൊരിച്ച് എടുക്കണം. അങ്ങനെ ഞാൻ ആ ഒരു മാവിൻ്റെ അളവിനകത്ത് ഒരു 7-8 ഞാൻ പൊരിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ കൂട്ടി മുക്കി കഴിക്കാൻ ഒരു ചമ്മന്തി വേണ്ടേ? ആ ചമ്മന്തി തയ്യാറാക്കാൻ ഒരു മിക്സിയുടെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പകുതി മുറി നമുക്ക് സവാള ചേർക്കണം, 2 വെളുത്തുള്ളി ചേർക്കണം, പിന്നെ 2 പച്ചമുളക് ചേർക്കണം, പിന്നെ അരമുറി തക്കാളിക്കായും കൂടി ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കണം. ആ അടിപൊളി ചമ്മന്തിയും കൂട്ടി ഒന്ന് കഴിക്കണം. നല്ല വായി വെക്കുമ്പോൾ തന്നെ എന്ത് ടേസ്റ്റാണെന്നറിയോ? എന്തായാലും നിങ്ങൾ ഈ ഒരു സംഭവം ഒന്ന് തയ്യാറാക്കി നോക്കണേ. അടിപൊളിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കണ്ടോ മാംസം, ആ മുളകിൻ്റെ ആ കോട്ടിംഗ് ഒക്കെ കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടിയത് കണ്ടോ? എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് റിസൾട്ട് വന്ന് പറയണേ കേട്ടോ.